അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ദീർഘനാളായി തകർന്നു കിടക്കുന്ന ആശ്രമംകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കുഴികൾ എടുത്തതിനെ തുടർന്ന് തകർന്നു കിടന്ന റോഡിലാണ് വെള്ളിയാഴ്ച രാത്രിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഏറെ സഹായകരമായ ആശ്രമംകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോതമംഗലത്ത് നിന്നും തൊടുപുഴ, കോട്ടയം, പിറവം ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ തിരക്കുകൾ ഒഴിവാക്കി പോകുന്നതിന് ഏറെ സഹായകരമായിരുന്ന റോഡിൽ അമൃത കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജല അതോറിറ്റി കുഴികൾ എടുത്തിരുന്നു. ഇതേ തുടർന്ന് ഏറെ നാളുകളായി റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാത്രിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മാത്യു കുഴൽനാടൻ MLA റോഡ് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മൂവാറ്റുപുഴ നഗരവികസനത്തിന് സഹായകരമായ 3 നഗര റോഡുകളിൽ ഉന്നത നിലവാരത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ സംസ്ഥാന ബജറ്റിൽ നിന്നും പണം അനുവദിച്ചിരുന്നെന്നും ഇതിന്റെ ഭാഗമായാണ് ആശ്രമംകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്നും MLA പറഞ്ഞു. മൂവാറ്റുപുഴ ടൗണിലെ നഗരവികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗതം പരമാവധി സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടാണിപ്പോൾ ആശ്രമംകുന്ന് റോഡിൻ്റെ പ്രവൃത്തി ബഡ്ജറ്റിൽപ്പെടുത്തി അത് വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ ഇതിന് ഒറിജിനലി 5 കോടി രൂപയ്ക്ക് നഗരത്തിലെ 3 പ്രധാന റോഡുകൾ ഒന്നിച്ച് 4 പ്രധാന റോഡുകൾ ഒന്നിച്ച് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൽ തുക അനുവദിച്ചത്. ആശ്രമംകുന്ന് റോഡ്, മാർക്കറ്റ് റോഡ്, ആസാദ് റോഡ്, ജനശക്തി റോഡ്. പക്ഷേ ജനശക്തി റോഡിന് വീതി എടുക്കാമെന്നുള്ള ഒരു പൊതുധാരണ ഒരു സർവകക്ഷി യോഗത്തിനുണ്ടായിരുന്ന ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമങ്ങളോ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളോ ഉണ്ടാകാതെ വരികയും അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാതെ വരികയും ചെയ്തപ്പോൾ നോംസിന് പുറത്തു വരികയും അപ്പോൾ TS കിട്ടാതെ വരികയും. അതുകൊണ്ട് ആ റോഡ് മാറ്റിവെച്ച് ഈ 3 റോഡിന് മാത്രമായി സെപ്പറേറ്റ് TS എടുത്താണ് ഇപ്പോൾ നമ്മൾ വർക്ക് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ആശ്രമംകുന്ന് റോഡിൻ്റെ പ്രവർത്തനം BMBC നിലവാരത്തിൽ, കാരണം ഇതൊരു മിനി ബൈപ്പാസ് പോലെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇത് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി ചെയ്യുന്നത്. പക്ഷേ വളരെ ഗതാഗതം നിങ്ങൾക്ക് കാണുന്നതുപോലെ വളരെ ഗതാഗതമുള്ളൊരു വഴിയായതുകൊണ്ട് രാത്രിയിൽ ചെയ്യാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ഇന്നലെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ നിരവധി പൈപ്പ് ലൈനുകൾ ഉള്ളതുകൊണ്ട് വേഗതയിലാക്കാനൊരു പ്രയാസം വരുന്നുണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷം എത്രയും പെട്ടെന്ന് ഈ വർക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം. പകൽ സമയത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന് കൂടിയാലോചനകൾക്ക് ശേഷം പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. എത്രയും പെട്ടെന്ന് ആശ്രമംകുന്ന് റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തി പണി പൂർത്തീകരിക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത്. പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിയുന്നതും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് രാത്രികാലങ്ങളിലാണ് ആശ്രമംകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ സമയങ്ങളിൽ ഭാഗികമായി വാഹന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും പ്രദേശവാസികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം.